wollte ihr Kind verschlingen, sobald es geboren. Die Frau aber floh in die Wüste, wo Gott ihr einen Zufluchtsort geschaffen hatte. നമ്മുടെ അവസാനത്തെ ദിവസമാണ് ലൂർദിൽ. ഇത് കുർബാന കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ജസീമയും ബീനയും സിസ്റ്റം കുർബാന സ്വീകരിക്കാൻ പോകുന്നതാണ് കാണുന്നത്. നമ്മളുടെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്ത് ഇറങ്ങി. ഇതിപ്പോൾ കുർബാന കഴിയുമ്പോഴേ നമ്മൾ ഇറങ്ങാനായിട്ടാണ്. 11:30ക്കാണ് ഇവിടുന്ന് ഫ്ലൈറ്റ്. ഞാൻ 6-ാം തീയതി വന്നു. 6, 7, 8, 9 150 പേരുണ്ട് അച്ഛന്മാർ. അത് വേറെ ഗതി. അത് നമ്മളെ സിസ്റ്റേഴ്സിനെ കൂടെ അവർ വിളിക്കുവാണേ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല്ലെന്ന് അറിഞ്ഞുകൂടാ. അത് കാരണം ഞങ്ങളും കൂടെ പോവാട്ടോ. ഇതെവിടെ നിന്നാണ് വിശുദ്ധ കുർബാനയും കൊണ്ടുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണം അങ്ങനെ പറയുന്നു. മലയാളത്തിൽ കറക്റ്റ് മലയാളം ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഇവിടെ ഈ ആൾത്താറയിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്നാലും നമ്മൾ തിരി പ്രദക്ഷിണം ഇവിടെ 5 മണിക്കാണ്. നമുക്ക് 4:50 സമയം. എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് വരുന്നവർ ഓരോ ഇങ്ങനെ അവരവരുടെ സ്ഥലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇത് പിടിച്ചു പോകുന്നതും ഉണ്ട് കേട്ടോ. കൊടിയൊക്കെ പിടിച്ചു പോകുന്ന ഡയസിസ് ഓഫ് അങ്ങനെ പല ഡയസിസ് കാര്യം എല്ലാം ഉണ്ട്. നമ്മളിവിടെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ശംസിഹായി ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എയർ ഫ്രാൻസ് എല്ലാം പതിയെ പതിയെ പുറകെ വരുന്നുണ്ട്. ആകാൻ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് അറ്റ്ലാന്റിക് കടലാണ് മുമ്പേ ഉണ്ട്. അറ്റ്ലാന്റിക് സീ. ഈ കരുണയുടെ ചാപ്പലിൽ ഈ കരുണയുടെ രൂപത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണക്കൊന്ത ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ചാപ്പലിനകത്ത് തന്നെയുള്ള ഒരു രൂപമാണ്. കരുണയുടെ രൂപം ഇവിടെ ഈ ചാപ്പലിൽ സ്ഥാപിച്ചതും കരുണക്കൊന്ത തുടങ്ങിയതുമൊക്കെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുശേഷിപ്പാണിത് കാണുന്നത്.
ആൻറ്റി ഇതാണ് ഈ പള്ളിയുടെ, ഇതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സ്ഥാപിച്ച കരുണയുടെ രൂപം. ഇത് വിശുദ്ധ ഫൗസ്റ്റീനയുടെ തിരുശേഷിപ്പ്. ഈ ചാപ്പലിൽ ആൻറ്റി ഒരുപാട് ഈ കരുണയുടെ രൂപം പ്രചരിപ്പിക്കാനായിട്ട്, ഒരുപാട് കരുണഭക്തി പ്രചരിപ്പിക്കാനായിട്ട് ആൻറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ആൻറ്റിക്ക് വേണ്ടി, അങ്കിളിന് വേണ്ടി, മക്കൾക്കെല്ലാം വേണ്ടി, കൊച്ചുമോന് വേണ്ടി എല്ലാം ഞങ്ങൾ ഒരുപാട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കരുണയുടെ ഈശോയുടെ രൂപവും ഈ പള്ളിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ആൻറ്റി അങ്കിളിനെയാണ്. അപ്പം പ്രത്യേകം പ്രാർത്ഥിച്ചോളാം. ഇതാണ് അൾത്താര, കരുണയുടെ രൂപം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ രൂപം, ഫൗസ്റ്റീനയുടെ തിരുശേഷിപ്പ്. ഇംഗ്ലീഷൊന്നും ഒരിടത്തും മിക്കാറില്ല. നിങ്ങളെല്ലാവരെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. മാതാവിൻ്റെ രൂപം. എല്ലാം ഇറ്റാലിയൻ എഴുതിയേക്കുന്നുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല. ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ച് ജപമാലയൊക്കെ ഇട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഔസേപ്പിതാവിൻ്റെ രൂപം. ഔസേപ്പിന് ഓരോ സ്ഥലത്തും ഓരോ ആൾത്താര പോലെ ചെറുതായിട്ട് പണിതിരിക്കുന്നതാണ്. മാതാവിൻ്റെ, ഔസേപ്പിതാവിൻ്റെ, സെൻറ്റ് ഫിലിപ്പ് ആൻഡ് ജേക്കബ്. എല്ലാം ബെനഡിക്റ്റിൻ്റെ വരെയുള്ള പോപ്പുമാരുടെ ലിസ്റ്റാണിത്. ഇത് മ്യൂസിയത്തിനകത്ത് ഷോപ്പ് പോലെ ഉണ്ട്. ഇത് നമുക്കൊന്നും മേടിക്കാനൊന്നും പറ്റിയില്ല. ചെറിയ ഒരു ഓരോ സാധനങ്ങൾക്കും ഭയങ്കര റേറ്റാണ്. ബുക്കും സാധനങ്ങളും ഒക്കെ നമുക്ക് മ്യൂസിയം ക്ലോസ് ചെയ്തേക്കുവാണ് ഇവിടുത്തെ, കാരണം വർക്ക് നടക്കുന്നത്. ഇത് ചെറിയൊരു ഷോപ്പ് പോലത്തെ സംഭവം. ഒരു ബുക്കിന് 16 യൂറോ. കുടയാണ്, കുടയ്ക്ക് 22 യൂറോ. ഒരു ബെല്ല് 15 യൂറോ. ഇപ്പോഴത്തെ സമയം അനുസരിച്ച് 15 യൂറോ എന്നൊക്കെ പറഞ്ഞ് ഇതിന് 5 യൂറോ. ചെറിയൊരു കൊന്തയ്ക്ക് എത്രയാണെന്നറിയാം? 5 യൂറോ എന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. നമ്മുടെ യൂറോ നോക്കിയാൽ നമുക്ക് ഇവിടെ നിന്ന് ഒന്നും മേടിക്കാൻ പറ്റിയില്ല. കാരണം നമ്മുടെ പൈസ നോക്കിയാൽ, കാരണം 1 യൂറോ 100 രൂപ ഇപ്പോൾ നമുക്കുണ്ട്. 100 കൂടുതൽ 170 പൈസ കണ്ടുണ്ട്. അപ്പോൾ നോക്കി നമുക്കൊന്നും മേടിക്കാൻ പറ്റിയില്ല. ആരാധന ചാപ്പലാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തന്നെയുള്ള. പക്ഷെ നമുക്ക്
ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. മിക്ക സ്ഥലങ്ങളിലും ഫോട്ടോ എടുക്കാൻ, അകത്ത് കയറി ഫോട്ടോ എടുക്കാൻ അവർ അനുവദിക്കുന്നില്ല. പുറത്ത് ഒക്കെ നമുക്ക് ജസ്റ്റ് അവിടെ പോയി അവിടെ പ്രാർത്ഥിക്കാൻ തോന്നുന്നല്ലോ, കയറാൻ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുകയില്ല. ഫോട്ടോ എടുക്കുന്നില്ല, ഞങ്ങൾ ജസ്റ്റ് പ്രാർത്ഥിച്ചു പോരുന്നതായി. ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പയുടെ കബറിടമാണിത്. ഇതിനകത്ത് നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. നമ്മളിതിൻ്റെ അകത്ത് കയറി നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനുള്ള ഒരു ദൂര വീക്ഷണം മാത്രം നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ കാണുന്ന അൾത്താരയാണ്. ഈ കാണുന്ന അൾത്താരയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ചർച്ചിലേക്ക് കയറുവാണ്. ഹോളി ഡോറുണ്ട്. നമ്മളിപ്പോൾ പല ഹോളി ഡോറുകളിൽ കയറാൻ പറ്റി. മേരി മേജർ ബസിലിക്ക, സെൻറ്റ് ജിയോവാനി ചർച്ച്, അങ്ങനെ പല സ്ഥലങ്ങളിൽ ഹോളി ഡോർ ഉണ്ടായിരുന്നു. അവിടെ കയറി. ഇതിലും ഉണ്ട് ഹോളി ഡോറ്. സെൻറ്റ് സെബാസ്റ്റിൻ്റെ പേരുള്ള പള്ളിയാണ്. ആ പള്ളിയിലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അടക്കിയിരിക്കുന്നത്. പള്ളി എന്നല്ല, ഒരു അൾത്താര. പല സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തന്നെ പല അൾത്താരകളുണ്ടല്ലോ. അതിലൊരു അൾത്താരയാണ് ഇത് സെൻറ്റ് സെബാസ്റ്റിൻ്റെ പേരിലുള്ളത്. അതിലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ അടക്കിയിരിക്കുന്നത്. ജസ്യമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ ബാക്കി സ്ഥലങ്ങൾ കാണാൻ പോകാനായിട്ട് ഇതിനകത്ത് തന്നെ കുറേ സ്ഥലങ്ങളുണ്ട്. ജസ്യമ്മ കണ്ടിട്ടുള്ളതുകൊണ്ട് അതർക്കിനടക്ക് എൻ്റെ ശ്രദ്ധ. ബസിലിക്കയുടെ ഉൾവശമാണ് പത്രോസ്ലിഹായുടെ അൾത്താര നമ്മളീ കാണാൻ പോകുന്നത്. ഈ കറുത്ത കളറുള്ളത്, അതിൻ്റെ അടിയിലാണ് പത്രോസ്ലിഹായുടെ കബറിടം. ആ കബറിടത്തിൻ്റെ മുകളിലാണ് മെയിൻ അൾത്താര വരുന്നത്. മാർപ്പാപ്പയുടെ എല്ലാ കുർബാനകളും ഇതിൻ്റെ ഉള്ളിൽ ഈ അൾത്താരയിലാണ് അർപ്പിക്കപ്പെടുന്നത്. ഇവിടെ കസേരകളൊക്കെ ഇങ്ങനെ അടുക്കിയിട്ടേക്കുവാണ്. അങ്ങനെ മെയിനായിട്ടുള്ള മാർപ്പാപ്പയുടെ കുർബാനകളൊക്കെ വരുമ്പോൾ നമുക്ക് പ്രത്യേക പാസോടുകൂടി മാത്രമേ കയറാൻ പറ്റുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ ബസിലിക്കയാണ് വത്തിക്കാൻ ബസിലിക്ക. The statue was made in the 12th century. ഇതേ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഹൗസിൽ വെച്ചിട്ടുണ്ട്. Needless to tell you that all the marble we have around that comes from ancient Roman buildings. ഹോളി ഡോർ വഴി വരുന്നവരാണ്. ഇങ്ങനെ കുരിശൊക്കെ പിടിച്ച് വരുന്നവർ ഹോളി ഡോർ വഴി വരുന്നവരാണ്. ഇത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ അടക്കിയ സ്ഥലമാണ്. അവൻ്റെ അടക്കിയ നമുക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം, പക്ഷെ ഫോട്ടോ എടുക്കാനായിട്ട് സമ്മതിക്കത്തില്ലാത്തത് കൊണ്ട് നമ്മൾ അകത്ത് കയറി ഫോട്ടോ എടുക്കാം. എവിടെയാണ് അടക്കിയ സ്ഥലം കേട്ടോ. ഇവിടുന്ന് എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. പത്രോസ്ലിഹായുടെ ബസിലിക്കയാണ് വത്തിക്കാൻ മെയിൻ ബസിലിക്ക, മാർപ്പാപ്പയുള്ള സ്ഥലം. നമ്മുടെ ബസിലിക്കയുടെ ഉൾവശമാണ്. ജസ്യം ആ സൈഡിൽ കൂടെ നടക്കണ്ട. 23-ാമൻ പാപ്പായുടെ കബറിടമാണിത്. ജോൺ 23-ാമൻ പാപ്പായുടെ കബറിടം. ഇത് സെൻറ്റ് ജെറോമിൻ്റെ പേരിലുള്ള അൾത്താര. ജോൺ 23-ാമൻ പാപ്പ. ഇത്
ഇതിവിടെ ഇതിനകത്ത് ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തന്നെ ഉള്ള അൾത്താര, മറ്റേ നിത്യസഹായ മാതാവിൻ്റെ അൾത്താര. നിത്യസഹായ മാതാവാണോ ഇറക്കിയേക്കുന്നത്? സെയിൻറ്റ് ഗ്രിഗറി നസിയാൻസൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. കോർപ്പസ് സെൻറ്റ് ഗ്രിഗറി നസിയാൻസൺ. ബെനഡിക്റ്റ് 14-ാമൻ്റെ ഫോട്ടോയാണ്. ഇത് സെൻറ്റ് ജോസഫാത്തിൻ്റെ കബറിടാണ് ഈ പറയുന്നത്. ഇവിടെ കുമ്പസാരം നടക്കുന്ന ചർച്ചാണ് ഇത്. പല ലാംഗ്വേജിലുള്ളവർ ഇവിടെ വന്ന് കുമ്പസാരിക്കും. പല ലാംഗ്വേജ് കുമ്പസാരക്കൂടെ ഉണ്ട്. ഇഷ്ടം കുറേ കുമ്പസാരിക്കാനുള്ളവരാണ് ഇവിടെ. ഇതുണ്ട്, കുമ്പസാരത്തിൻ്റെ ഒരു ചർച്ചാണ്. എല്ലായിടവും കണ്ടാൽ ഒരുപോലെ ഇരിക്കും, പക്ഷേ എല്ലാം വ്യത്യാസമാണ്. ഇവിടെയും കുമ്പസാരമുണ്ട്. ഇത് കുർബാന നടക്കുന്നുണ്ട്. നമ്മൾ മുമ്പേ കണ്ടത് പോപ്പ്, നമ്മൾ പറയല്ലോ പോപ്പ് വിശുദ്ധ ബലി അർപ്പിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞത് കണ്ടു. പക്ഷേ ഇപ്പോൾ ഇത് വേറെ ഒരു അതിൻ്റെ പുറകിൽ തന്നെയുള്ളൊരു ചാപ്പലാണ്. ഇംഗ്ലീഷിൽ ഏതാ എഴുതിയിട്ടില്ല. തിമോത്തി സെയിൻറ്റ് പോൾ ഓരോ ഷോപ്പുകളും സാധനങ്ങളും ഒക്കെയാണ് കേട്ടോ. ഫ്യൂറിയൂറ ഇതിങ്ങനെ പറയപ്പെടുന്നതനുസരിച്ച് സെയിൻറ്റ് പോൾ സംഭവങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന പഴയ പോപ്പുമാരുടെയും എന്തെങ്കിലുമൊക്കെ ഓരോ ഇത്. ഈ മാർബിൾ പീസും കാര്യങ്ങളൊക്കെ ഓരോ പോപ്പുമാരുടെ സ്ഥലത്തെ സമയത്തെയൊക്കെയാണ്. ജോൺ പോൾ പൊക്ക്, ജോൺ സെക്കൻഡ് പൊന്തിഫിക് മാക്സ്. ബുക്ക് ഷോപ്പും എല്ലാം ഉണ്ട്. സോവിനിയർ ബുക്ക് ഷോപ്പ്, മാസ്റ്റിക് പ്രൊഡക്ട്സ്. ഇതാണ് മെയിൻ ഓൾട്ടർ, ചാപ്പലിൻ്റെ മെയിൻ ഓൾട്ടറാണിത്. ഓൾട്ടർ ഓഫ് അസംപ്ഷൻ, മാതാവിൻ്റെ അസംപ്ഷൻ്റെ, അതായത് സ്വർഗാരോപണത്തിൻ്റെ അൾത്താര എന്നാണ് പറയുന്നത്. സ്വർഗാരോപണം, പിതാവ് സ്വർഗ കിരീടമായിരിക്കുന്നത്. നമ്മൾ രാവിലെ
നമ്മളെല്ലാ മാർപ്പാപ്പന്മാരുടെയും പേര് നമ്മൾ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കാണ്. ഇവിടെ എല്ലാ മാർപ്പാപ്പന്മാരുടെയും ഫോട്ടോ വെച്ചിരിക്കുന്നുണ്ട്. ഓരോ മാർപ്പാപ്പന്മാരുടെ ഫോട്ടോ അങ്ങേ സൈഡ് വരെയുണ്ട്. അതിനുശേഷം എല്ലാ പള്ളികളും എല്ലാം ഒരു സൈഡിൽ കേട്ടോ. ഇതെല്ലാം മാർപ്പാപ്പന്മാരുടെ ഫോട്ടോയാണ്. ഞാൻ നോക്കട്ടെ നമ്മുടെ ബെനഡിക്റ്റ് പോപ്പിൻ്റെ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കാം. ഇതാണ് ആ ചാപ്പൽ. ഇവിടെ ആരും ചെരുപ്പൊന്നും ഊരിയെടുത്തില്ല കേട്ടോ. എല്ലാവരും ചെരുപ്പിട്ടോണ്ടേ പള്ളി കയറത്തുള്ളൂ. ഒരു ചാപ്പലിലും പള്ളി. ഇവിടെ എല്ലായിടത്തും കുമ്പസാരം ഉണ്ട് കേട്ടോ. എല്ലാ പള്ളികളിലും കുമ്പസാരം ഒരു പ്രധാനപ്പെട്ട ആണ്. എല്ലാ പള്ളികളിലും കുമ്പസാരമാണ്. എവിടെയുണ്ട് കുമ്പസാരക്കോടും ആൾക്കാർ കുമ്പസാരിക്കാനിരിക്കുന്നു. പോപ്പുമാരുടെ ഇതാണ് ആൾക്കാർ. അവിടെ എന്തോ കുർബാന നടക്കുവാണെന്ന് തോന്നുന്നു. എന്തോ നമ്മുടെ നമുക്കറിയാവുന്ന പോപ്പുമാരുടെ 4 പേരുടെ ഫോട്ടോ ഉണ്ട് ഇവിടെ. ഒന്ന് ജോൺ പോൾ സെക്കൻഡ്, വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ്, ബെനഡിക്റ്റ് 16 പാപ്പ, ഫ്രാൻസിസ് പാപ്പ. ഇത്രയും പേരുടെ വരെയുണ്ട്. അതിന് മുമ്പ് നമുക്കറിയാം ജോൺ പോൾ 1 പാപ്പ, പോൾ 6 പാപ്പ, ജോൺ 23 പാപ്പ. അവിടെ 6 സീറ്റുകളും കൂടെ എംറ്റി ആയിട്ട് അവിടെ സ്പേസ് ഉണ്ട്. കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ആൾത്താരിൽ. The tomb of Saint Paul. Tomb of Saint Paul. ചിലപ്പം മേബി അത് എന്താണെന്ന് അറിഞ്ഞൂടാ. ചില സ്ഥലത്ത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. 3 വർഷമായി. 3 വർഷം കഴിഞ്ഞ 3 വർഷം. അയ്യോ നമ്മുടെ ഡാൻസ് കളിച്ചിട്ടുണ്ടോ? അത് ഇവിടെ നമ്മൾ ജൂനിയേഴ്സ് ട്രെയിനിങ്ങിന് വിട്ടില്ലേ അവിടെ. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ ട്രെയിനിൽ കയറി ഇരുന്ന് ഒരു 3 മണിക്കൂറോളം യാത്രയുണ്ട്. പതിയെ ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കും.
പ്രാർത്ഥന കേട്ടിടും തീർച്ച